നമുക്ക് അവിലും ചക്കക്കുരുവും വെച്ചിട്ടൊരു ലഡു ഉണ്ടാക്കിയാലോ? അതിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് ചക്കക്കുരു എടുത്തിട്ടുണ്ട്. ഇത് നന്നായി വറുത്തെടുത്തതാണ്. പിന്നെ 1 കപ്പ് അവിൽ, പിന്നെ വേണ്ടുന്നത് ഇതാ 1/2 കപ്പ് ബദാം, 1/2 കപ്പ് പീനട്ട്, പിന്നെ ഒരു 1/4 കപ്പ് പംകിൻ സീഡ്. ഇതെല്ലാം കൂടെ ഞാൻ വറുത്തെടുത്തിട്ട് ഒന്ന് പൊടിക്കുക ചെയ്യാം. പിന്നെ നമുക്ക് ശർക്കരയാണ് വേണ്ടത്. അതായത് ഇതുപോലെ ഉണ്ട ശർക്കരയാണ്. അത് ഞാൻ പൊടിച്ചെടുത്തതാണിത്. ഇത് 1/2 കപ്പ് എടുക്കുന്നുണ്ട്. 1/2 കപ്പ് എടുത്തിട്ട് ഉരുക്കിയിട്ട് നമുക്ക് വേണ്ടുന്നതിനനുസരിച്ച് ചേർക്കാം. ഓരോരാളെ മധുരത്തിനനുസരിച്ച് ശർക്കര ചേർക്കാം. അതിൽ 1/2 കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട്. നമ്മുടെ വെള്ളം റെഡിയായ ഇനി ഇതിനു വേണ്ടിയിട്ട് നമ്മൾ 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് നന്നായിട്ട് വറുത്തെടുക്കണേ. ഇതിൻ്റെ വെള്ളം ഫുള്ളും കളയണം. ഇതെല്ലാം നമ്മൾ വറുത്തെടുക്കുക. ഇത് എല്ലാം വറുത്തതാണ് സെപ്പറേറ്റ്. എന്നിട്ട് എല്ലാം കൂടെ ഒന്നിച്ച് ഞാൻ വീണ്ടും ഒന്ന് വറുക്കുക. നിലക്കടലേൻ്റെ തൊലിയെല്ലാം കളഞ്ഞിട്ടാണ്. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം എല്ലാം കൂടെ. ഇത് നന്നായിട്ട് നമ്മൾ പൊടിച്ചെടുക്കുക. ഇനി നമുക്ക് അവിൽ പൊടിച്ചെടുക്കുക. ഈ തേങ്ങ നന്നായിട്ട് വറുക്കണേ. എന്നിട്ട് ശരിക്കും ഡ്രൈ ആയിട്ട് ഇതിലെ വെള്ളപ്പറ്റ് ഫുള്ളും വറ്റി പോവണം. എന്നാലും നമുക്ക് ഈ ലഡു ഉണ്ടാക്കിയാലും മോശമാവില്ല, പുറത്ത് വെച്ചാലും മോശമാവില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ നന്നായിട്ട് വറക്കണം എന്ന് പറയുന്നത്. തേങ്ങ ഇത് അവിലും നന്നായി പൊടിഞ്ഞു. ഇനി എല്ലാം കൂടെ മിക്സ് ആക്കുക. ഇത് ഞാൻ തേങ്ങയെ നന്നായിട്ട് വറുത്തു. ഇതാ പൊടിച്ചു ഉണ്ടാക്കി ഇങ്ങനെ പൊടിയണേ. ഇതിൻ്റെ കൂടെ ബാക്കി എല്ലാ പൊടികളും ഇടുന്നുണ്ട്. ഇതിലേക്ക് 1/4 കപ്പ് ഉള്ളത് ഞാൻ കഴുകി വെച്ചതാണ്. ഇതൊന്ന് നമ്മൾ ചൂടാക്കിയിട്ടാണ് ഇടുവേ. പിന്നെ 1 ടീസ്പൂണ് ഏലക്കാപ്പൊടി. ഏലക്ക അത് പഞ്ചസാര ചേർത്തിട്ട് പൊടിച്ചത് കൊണ്ടാണ്. ഇതെല്ലാം കൂടെ ഇതിൽ മിക്സാക്കിയിട്ട് നമുക്ക് ഇനി ശർക്കരയിൽ വഴറ്റിയെടുക്കാം. വെള്ളം നമ്മൾ ശരിക്കും വറുത്തെടുത്തേ. ഇതിൻ്റെ വെള്ളപ്പറ്റെല്ലാം പോയി. ഇനി നമുക്ക് ഈ പൊടികളെല്ലാം ഇതിലേക്ക് ഇടാം. ഇനി ഇതെല്ലാം കൂടെ ഒന്നും കൂടെ മിക്സാക്കിയിട്ട് വറുത്തെടുക്കാം. അതിന് ശർക്കരപ്പാനി നമുക്ക് ഒന്ന് അരിച്ചെടുക്കാം. നമുക്ക് ശർക്കരപ്പാനി ഒഴിക്കാം. ഇത് ശരിക്ക് വറ്റി വരണേ. നമുക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന പാകത്തിൽ ആക്കിയെടുക്കണം. ഇത് ഡ്രൈ ആയി വന്നേ. ഇനി നമുക്കിത് തണുത്താൽ ഉരുളയാക്കിയെടുക്കാം. നമ്മൾ ചൂടാറി ഞാൻ ഉണ്ടയാക്കി. ഇത് ഡെസിക്കേറ്റഡ് കോക്കനട്ടിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് എടുക്കുന്നതാണ്. എന്നിട്ട് ഒരു പിസ്ത തികച്ചും ഓപ്ഷനിലും കാണാൻ. പിസ്ത എടുത്തിട്ട് ഇങ്ങനെ നമ്മളെ ഹെൽത്തി ലഡു റെഡിയായ. ഇങ്ങനെയൊന്നും ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കണേ. ചക്കക്കുരു ഇപ്പേ നമുക്ക് കിട്ടൂലൂ. അപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കുക എല്ലാവരും. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു.